വഴിക്ക് തടസ്സമായിട്ട് ഒരാൾ നിൽക്കുന്നടാ. എക്സ്ക്യൂസ് മീ സാർ. അങ്ങനെ നമ്മള് ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ്. ആ കുഞ്ഞപ്പനും എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടാ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെളുപ്പാങ്കാലത്ത് തന്നെ എണീറ്റ് കുത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ മുഖത്തുനിന്ന് ആ ഒരു ഉറക്കച്ചടവ് നല്ലോണം ഉണ്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോകത്തില്ലേ, അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാവും എക്സൈറ്റ്മെന്റ്, നമ്മൾ രാത്രി ഉറങ്ങും. അതുപോലത്തെ അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് 2:30, 3:30, 5 മണിക്ക്, 4 മണിക്ക് ഒരു 100 പ്രാവശ്യം ഞാൻ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടാവും. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് ഗെയ്സ്. ഈ കാത്തിരുന്ന് അവസാനം കാക്കക്ക് വായ്പുണ്ടെന്ന് അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലത്തെ അവസ്ഥയാണ് എന്റെ അവസ്ഥ. വേറൊന്നുമല്ല, പല്ല് വരുന്ന എനിക്ക്, പുതിയ പല്ല്. ഇതിവിടെ അണപ്പല്ല് വരുന്നുണ്ട്, എനിക്ക് പൊട്ടി മുളച്ചു വരുന്നുണ്ട്. അതിന്റെ വേദന വന്നവർക്ക് അറിയാൻ പറ്റും. നല്ല വേദനയാണ് ഗെയ്സ്. എന്റെ 32ാമത്തെ പല്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വേദനയുണ്ട്. പക്ഷെ അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ട്രിപ്പിന് പോവാണ് ഗെയ്സ്. ചേട്ടനാണെങ്കിൽ ഞാനിപ്പോ ഒരു വിധത്തി എണീപ്പിച്ച് ബാത്റൂമിലോട്ട് വിട്ടിട്ടുണ്ട്. പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞ്. കുഞ്ഞപ്പൻ എന്തേ കാണിച്ചു തരാൻ കേട്ടാ. കുഞ്ഞപ്പൻ ഉറക്കാണ് ഗെയ്സ്. ഞാൻ പറഞ്ഞെടാ നാളെ രാവിലെ എണീക്കണം പറഞ്ഞ് ഓക്കെ ഒക്കെ പറഞ്ഞ് കിടന്ന ആളാണ്. പക്ഷെ ഭയങ്കര ഉറക്കത്തിലാണ്. ഇനി അവനെ എണീപ്പിക്കണം. അപ്പൊ ഇനി ഞാൻ റെഡി ആവട്ടെ. റെഡി ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ എന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ധൃതി പിടിച്ച് റെഡി ആയതുകൊണ്ട് ശരിയായൊന്നുമില്ല. എന്റെ കയ്യിൽ കിട്ടിയ ഒരു ഉടുപ്പാണ് എടുത്തിട്ടേക്കണേ. കുഞ്ഞപ്പനെ കാണിച്ചരാ. ഗൈസ് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ നമുക്ക് പോകുന്ന വഴി എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാം. കുഞ്ഞപ്പാ ഹാപ്പി അല്ലേ? അപ്പൊ നമ്മൾ എറണാകുളത്ത് എത്തി കേട്ടോ. എറണാകുളത്ത് ഒരു ഹോട്ടലിന്റെ റെസ്റ്റോറന്റിന് മുമ്പിൽ നിർത്തുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. എന്റെ കോലമൊക്കെ പോയി, എന്റെ മുന്നേ ഒന്നും പറയണ്ട. മുടി എല്ലാം അലമ്പായി. എനിക്ക് കൂടുതൽ ദൂരയാത്ര ചെയ്താൽ ഭയങ്കര ടയേർഡാകും. ഞാൻ മറ്റേ ചൊരിക്കില്ലേ, ഛർദിലിന്റെ പരിപാടിയുണ്ട്. എനിക്കറിയാമല്ലോ ഞാൻ എങ്ങനെ അവിടം വരെ ഇരിക്കുമെന്ന്. എറണാകുളം എത്തിയപ്പോൾ തന്നെ എന്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ കുഞ്ഞപ്പം വിശക്കണേന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. നമുക്ക് ഹോട്ടലിലേക്ക് കയറി വല്ലതും കഴിക്കാം. ഇച്ചിരി മോനും കൂടി തള്ളിത്തുറന്ന് കയറി. നല്ലൊരു ഹോട്ടൽ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. കുഞ്ഞപ്പിന്റെ മുടിയൊക്കെ പോയില്ലേ. നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് മെനു നോക്കാം. മെനു അപ്പം, നോൺ വെജിറ്റേറിയൻ ഉണ്ട്, വെജിറ്റേറിയൻ ഉണ്ട്. വെജിറ്റേറിയൻ അപ്പം, സ്റ്റൂ 100 രൂപ, ഇടിയപ്പം, വെജ് കുറുമ, പുട്ട്, കടലക്കറി, ഇഡ്ഡലി. കുഞ്ഞപ്പന് എന്ത് വേണം? അടി അപ്പം മതി. പെണ്ണിനി കറി, വെജിറ്റബിൾ കറി മതിയാ? കടലക്കറിയാ ഗൈസ്. കുഞ്ഞപ്പന് അപ്പവും കടലക്കറിയും മതി എന്നാണ് പറയണത്. എനിക്ക് മസാല ദോശ മതി. നമുക്ക് നോക്കാം. അവന് അപ്പവും കടലക്കറിയും മതിയെന്ന് കുഞ്ഞപ്പന്. അപ്പം ചിക്കൻ സ്റ്റൂവാ. അച്ഛൻ രാവിലെ തന്നെ ചിക്കൻ കഴിക്കണം. അച്ഛൻ രാവിലെ തന്നെ അപ്പവും ചിക്കനും കഴിക്കുമ്പോൾ ഗൈസ് നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതെന്താ ചിക്കൻ സ്റ്റൂ അല്ലേ? എങ്ങനെയുണ്ട് പിന്നെ അപ്പം ചിക്കൻ സ്റ്റൂ? അവൻ കഴിച്ചു തുടങ്ങി കേട്ടോ. സൂപ്പറാണ് അച്ഛൻ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അച്ഛൻ അമ്മക്കെന്നേടാ. അടിപൊളി, സൂപ്പർ. പക്ഷെ എനിക്ക് പല്ല് വേന എടുക്കാൻ എനിക്ക് തിന്നാൻ പറ്റില്ല ഗൈസ്. എൻ്റെ മസാല ദോശ എത്തിക്കഴിഞ്ഞു. എടാ കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കുകയും ചെയ്യരുത്. കുറുനരി എൻ്റെ മസാല ദോശ എന്ന് മോഷ്ടിച്ചിട്ട് അച്ഛനും കൂടി ഷെയർ ചെയ്യണം ഗൈസ്. എൻ്റെ മസാല ദോശയുടെ കൂടെ ഈ ഒരു സാമ്പാറുണ്ട്, 2 ടൈപ്പ് ചട്നി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ആ മസാല ദോശയ്ക്ക്. ഒരു ട്രയാങ്കിൾ ഷേപ്പായിരുന്നേ. ഉള്ളിൽ കിഴങ്ങിൻ്റെ മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു യെല്ലോ കളറിലാണ് ആ കിഴങ്ങിൻ്റെ മസാല. 100 രൂപയാണ്. നിങ്ങൾ കണ്ടില്ല ആ മെനു കാർഡിൽ? അപ്പോൾ അതേ ഞാൻ അവിടെ നിന്ന് കഴിക്കുകയാണ്. കുഞ്ഞപ്പൻ ആദ്യം വാരിക്കൊടുത്തു കേട്ടോ. അവന് എന്നിട്ട് അവസാനം എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ആ അപ്പം മുഴുവൻ തിന്നില്ല ഗൈസ്. അപ്പം ഞാൻ തിന്നിട്ട് എൻ്റെ മസാല ദോശ അവൻ തിന്നു. അവന് മസാല ദോശ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ ഭയങ്കര ക്രഞ്ചി ആയിട്ടിരിക്കുന്നത്, നല്ല എന്താ മുരുമുരാന്നിരിക്കുന്നത്, അതാണ് അവന് ഇഷ്ടപ്പെട്ടത്. അപ്പം എനിക്കാണെങ്കിൽ പല്ലുവേദന എടുത്തിട്ട് വാ പൊളിക്കാനും പറ്റില്ല. പിന്നെ ഒരു വിധത്തിൽ കുഞ്ഞപ്പൻ്റെ അപ്പം തിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ മസാല ദോശ അവനും കഴിച്ച്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും സമയം കളയണ്ട, വേഗം പോവാം ഗൈസ്. ഈ പോകുന്ന വഴിയിലൊക്കെ നല്ല അടിപൊളി റബ്ബർ തോട്ടമുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാ കാണാൻ. റബ്ബറിന്റെ തോട്ടമുണ്ട്. ഇവിടെ വീടുകളാണ് ഒരു രക്ഷയില്ലാത്തത്. ഇവിടെ കൂടി പോകുമ്പോഴുള്ള വീടുകളെല്ലാം വെറുതെ സെയിം വീട്. ഇതേ കുഞ്ഞി അപ്പുറത്തെ സൈഡിലും റബ്ബർ തോട്ടമാണ് ഗൈസ്. മൊത്തം റബ്ബർ തോട്ടം. കുഞ്ഞപ്പം വീട് കണ്ടിട്ട് കാറുവാണേ.
എന്റെയും കുഞ്ഞപ്പന്റെ മെയിൻ പരിപാടിയാണ് ഗൈസ് ഈ വീട് പിടിക്കല്. അതെന്റെ വീട്, ഇത് നിന്റെ വീട്, ഞങ്ങൾ ഈ വീട് പിടിക്കലാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ട്രാവലർ പോകണുണ്ട് കേട്ടാ. ഞങ്ങൾ ആ ട്രാവലറിന്റെ പുറകെ പോവാണ് ഗൈസ്. ട്രാവലർ മധുരപ്പള്ളിയിലേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരും വെള്ളച്ചാട്ടം കാണാൻ പോകണം തോന്നല്ലേ കുഞ്ഞപ്പാ? ആ ഓ അതെന്തുവാടാ കുതിര. ഹായ് കുതിര. ഓ ഇത്ര നേരം നമ്മൾ നല്ല നിരപ്പായ റോട്ടിൽ കൂടിയാണ് വന്നത്. ഇപ്പതേ നല്ല കയറ്റമാണ്. ഹൈലസ എന്റെ ദൈവമേ, അടിപൊളി സൂപ്പർ. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഹണിമൂണായിട്ട് വേണമെങ്കിൽ പറയാം. ഞാനും ചേട്ടനും ഒറ്റയ്ക്ക്, അത് കുഞ്ഞപ്പനും കൂടെ ഉണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഒരു സ്ഥലത്ത് പോണത്. ഞങ്ങൾ ഇങ്ങനെ ദൂരോട്ടൊന്നും ഒറ്റയ്ക്ക് പോയിട്ടില്ല. പക്ഷെ 2 പ്രാവശ്യം മൂന്നാർ പോയിട്ടുണ്ട്. പക്ഷെ അത് ട്രാവലറൊക്കെ വിളിച്ചിട്ട് ഒരുപാട് പേരായിട്ടാണ് പോയത്. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാള് വെച്ച് ഞാൻ ആ ട്രാവലറിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടപ്പായിരുന്നു. എനിക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. തലവേദനയായിട്ട് എൻ്റെ ദൈവമേ ഞാൻ എന്തിനു പോയിപ്പോയെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഭയങ്കര മഴ കാരണം കാറിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റിയില്ല. വെറുതെ ഇപ്പോൾ 2 പ്രാവശ്യം മൂന്നാർ പോയത്. ഗൈസ് നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താ വെച്ചാൽ വല്ല ടിക്കറ്റ് എടുക്കുക എന്തെങ്കിലും ചെയ്യണോ വെച്ചാൽ പേരും അഡ്രസ്സും കൊടുക്കണം, വണ്ടിയുടെ നമ്പരും. നമ്മുടെ പേരും അഡ്രസ്സും വണ്ടിയുടെ നമ്പരും ചെക്ക് പോസ്റ്റിൽ കൊടുത്താലേ നമ്മൾ അങ്ങോട്ട് വിടത്തുള്ളൂ കേട്ടോ. എൻ്റെ പൊന്നി അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഗൈസ് ഈ റോട്ടിൽ കൂടി പോണത്. ഞങ്ങൾ വരുന്ന വഴിയില്ല ഒരു പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത് കണ്ടു കേട്ടോ. കുഞ്ഞപ്പനാണെങ്കിൽ അമ്മയെ വെള്ളച്ചാട്ടം റോഡ് സൈഡിൽ ഒരു കുഞ്ഞ അരുവി പോലെ കണ്ടു കേട്ടാ. എന്തോ പൊന്നെ വെള്ളച്ചാട്ടം ഉണ്ടാ? കുഞ്ഞപ്പൻ പറയുന്നത് ഞാൻ എന്താന്ന് കാണിച്ചു തരാവേ. ഇതിനാണ് കുഞ്ഞപ്പൻ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ചെറിയൊരു നീരുറവ പോലെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് അടിപൊളിയാണ് കാണാൻ. ഈ ഭാവമൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. ഇതെന്ത് മരം? പനയാണോ? പന. ഈ മരത്തിന് ശരിക്കും എന്താ പറയണെന്ന് എനിക്കറിയില്ല. ഒരുപാട് പനമരം പോലത്തെ ഒരു മരമുണ്ട് കേട്ടോ. പനയല്ലേ ഇത്, വേറെ എന്തോ പേരാ, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഗൈസ്. ഇങ്ങനെ ശരിക്കും മല പോലെ വന്നിട്ട് കുറെ പന കണ്ട. മുകളിൽ മല പോലെ ഒരു ഇത് കണ്ടില്ലേ? ആ മലയാണത് ഗൈസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളാണെന്ന് തോന്നുന്നു. ആ കാറിന്റെ പുറകിലിരുന്ന് ഞങ്ങൾക്ക് ടാറ്റ തരുന്നുണ്ട് കേട്ടോ. അവര് വീഡിയോ കാണാറുണ്ടെന്ന് തോന്നണം. അപ്പൊ ദേ ചേട്ടൻ ഇറങ്ങി പോയിട്ടുണ്ട്. പേര് സ്ഥലവും സാധനമൊക്കെ കൊടുത്ത് പേര് സ്ഥലവും അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വരും. ജീപ്പൊക്കെ പോണ കണ്ടില്ലേ? ഗൈസ് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മളൊന്നും നോക്കാനില്ല. ദേ എന്റെ ബാക്കില് സൈഡിൽ നിങ്ങൾ കാണാൻ മൊത്തം എന്തോ അവിടെ മലയല്ലേ. അച്ഛനാണെങ്കിൽ ഏത് മല കണ്ടാലും മലയുടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫുള്ള് കാണിക്കാൻ പറ്റില്ല. എന്നാലും ഇവിടെ വെച്ചെടുത്താലും കിട്ടൂല അച്ഛേ. നല്ലൊരു മലയുണ്ട് കേട്ടോ ഇപ്പുറത്തെ സൈഡില്. ഞാൻ നിങ്ങളെ പനത്തോട്ടം കാണിച്ചു തരാം. പനത്തോട്ടം ഇതാണ് ഞാൻ പറഞ്ഞ പനത്തോട്ടം. ഈ ക്യാമറയിൽ വീഡിയോയിൽ എന്തോരം നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. എന്തൊരു ഭംഗി. ദേടാ കുഞ്ഞി, നമ്മുടെ വഴിക്ക് തടസ്സമായിട്ട് ഒരാൾ നിൽക്കുന്നടാ. എക്സ്ക്യൂസ് മീ സാർ ഒന്ന് നീങ്ങി തരാമോ? അടിപൊളിയായിരുന്നു കേട്ടോ, അത് അടിപൊളിയായിരുന്നു. എന്റെ പൊന്നേ, അത് കാളയും കണ്ടാണെന്ന് തോന്നുന്നു. അതിന് പകരം വല്ല ആനയായിരുന്നെങ്കിലാ, വല്ല കാട്ടാനേ അല്ലെങ്കിൽ പിന്നെ വേറെ വല്ലതും ആണെങ്കിലാ. ഇവിടെ ആനയൊന്നും ഇല്ല. എന്റെ പൊന്നെ, ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും. ഇതിന്റെ പോലെ നമ്മൾ പോകുന്ന വഴിയിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഒരു പശു കുരങ്ങൻ പണി പാളുവാ വിട്ടോച്ചേ. അവന്റെ മുഖം കണ്ടിട്ട് അത്ര പന്തിയല്ല ഗായ്സ്. ഇത് എപ്പോഴും ക്യാമറ ഓണാക്കി വെക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടാ. വാട്ട് എ ബ്യൂട്ടി. എനിക്ക് ഭ്രാന്ത. ഇവിടെ എന്തെന്നാ പുഴ? നമ്മുടെ ഏഴാറ്റുമുഖത്തിന്റെ പുഴ. എന്റെ പൊന്നെ നോക്കിക്കേ ഗായ്സ്. വീഡിയോയിൽ കാണുമ്പോ നല്ല കളറ് നിങ്ങക്ക് തോന്നും. ഇതില്ലേ എന്താ ഈ മഴ പെയ്ത് തോർന്ന നല്ല തണുപ്പ് കാലാവസ്ഥ പോലെയാണ് കേട്ടോ ഇവിടെ കൂടി പോകുമ്പോ. എന്ത് ഭംഗിയാ ശരിക്കും. ഇല്ലേ ഈ വീഡിയോയും കൂടി എടുക്കുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഇരുന്ന് എൻജോയ് ചെയ്തേ. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഏഴാറ്റുമുഖത്ത് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഏഴാറ്റുമുഖവും കടന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആതിരപ്പള്ളി വാട്ടർഫാൾസ്. എന്ത് ഭംഗി. കുഞ്ഞപ്പൻ ഇവിടെ പുറകെ ഇരുന്ന് കാഴ്ച കാണാണ് ഗൈസ്. കയ്യും തലയും പുറത്തിടരുത്. ഏഴാറ്റുമുഖത്ത് ഇവിടെ കൂടിയല്ലേ പോണ ഗൈസ്? ദേ ഇവിടെ കൂടിയാണ് കേട്ടോ ഏഴാറ്റുമുഖത്ത് പോണം. അവിടെ കുറെ പേര് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കൂടി നേരെ അങ്ങോട്ട് പോകുമ്പോ ഏഴാറ്റുമുഖമാണ് കേട്ടോ. അവിടെ നമുക്കൊരു തൂക്കുപാലമുണ്ട്. തൂക്കുപാലത്തിൽ കയറാം. പിന്നെ എന്താ പറയാ, കുറെ കുരങ്ങന്മാരുണ്ട്, പാർക്കുണ്ട്, കുറെ അടിപൊളി സംഭവമൊക്കെ ഏഴാറ്റുമുഖത്തുണ്ട്. പക്ഷെ നമ്മള് നേരെ പോകുന്ന ആതിരപ്പള്ളിയിലേക്കാണ്. നമ്മൾ ഇതിനു മുമ്പ് ഏഴാറ്റുമുഖത്ത് ഇവിടെ വരെ നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. താഴെ കൂടി നല്ല അടിപൊളി ഒരു അരുവി പോകുന്നുണ്ട് കേട്ടോ. അവിടെ താഴെ കുറെ ആൾക്കാരൊക്കെ നിപ്പുണ്ട്. കുറെ ആൾക്കാർ നിന്നിട്ട് ആ വെള്ളച്ചാട്ടത്തിലൊക്കെ കളിക്കുന്നുണ്ട്.
അച്ഛേ നമുക്ക് ഇതുപോലെ അവിടെ താഴെ ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിൽ കളിക്കായിരുന്നു അച്ഛേ. ഗൈസ് പോകുന്ന വഴി ആനപ്പിണ്ടം കണ്ട് ഗൈസ്, ഈ റോട്ടിൽ നിറച്ച ആനപ്പിണ്ടം. അപ്പൊ ഈ കാടിന്റെ ഉള്ളിൽ നിന്ന് ആന ഇറങ്ങി വന്ന് എന്ത് ചെയ്യും? ഇനി ആ കുഞ്ഞപ്പനും എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടാ. ഇനി വല്ല ഇവിടെ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണോ എന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ കാട്ടിൽ ആനയുണ്ടോ അച്ഛേ? ഗൈസ് പനയോല തിന്നാൻ വേണ്ടി ആന ഇറങ്ങി വരൂലേ കാട്ടിൽ നിന്ന്? എനിക്ക് അതാണ് പേടി. പിന്നെ ഇതെന്ത്, ഇത് കാടല്ലേ ഈ കാണുന്ന മുഴുവനും? മലേ? ആ മല. ആ ഒരു കാറ് അവിടെ നല്ല പരുവായിട്ട് കിടപ്പുണ്ട്. ദൈവമേ, ആ കാറിന്റെ അവസ്ഥ കണ്ടിട്ട് ആന ചവിട്ടി ചമ്പ്രാണിയാക്കി ഇട്ടേക്കണ പോലെ ഉണ്ട് കേട്ടാ. ഇതിന്റെ ഇടയിൽ കൂടി പോകുമ്പോ നമ്മൾ എന്തൊക്കെ മൃഗങ്ങളെ കാണുമെന്ന് അറിയില്ല. ഒരു കുരങ്ങനെ കണ്ടത് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തത് ഗായ്സ്, എന്തോ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈന്തപ്പഴമൊന്നും അല്ലത്. അത് ഇത് വീഡിയോ എടുത്തേ. ഈന്തപ്പഴമാണോ? അത് ഈന്തപ്പഴമല്ല, വേറെന്തോ അല്ലേ? പിന്നെ ആ കളറിന്റെ ആ കോലത്തിരിക്കണം. നമ്മൾ പോകുന്ന വഴി ഒരു കുഞ്ഞമ്പലം ഉണ്ട് കേട്ടാ. ഹായ്, നല്ല ക്യൂട്ട് അമ്പലം. ഇവിടെ കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശം, വഴിയാത്രക്കാരെല്ലാം ജാഗ്രത പുലർത്തുക. എന്റെ മുന്നേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മളിപ്പോ പോകുന്ന റോട്ടിൽ ആനകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഗേസ്. പക്ഷെ എനിക്ക് തോന്നുന്നത് രാത്രി ആനയൊക്കെ ഉണ്ടാവുള്ളൂ, ഇപ്പൊ ഉണ്ടാവില്ലെന്നാണ് കേട്ടോ തോന്നണത്. നമ്മൾ ഇത്ര നേരം ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചാണ് കേട്ടോ വന്നത്. കറക്റ്റ് ഇവിടം വരെയും കറക്റ്റ് വഴിയും കാണിച്ചു തന്നു. ഇപ്പൊ ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോ ചേട്ടൻ പറയണ അങ്ങോട്ടല്ല നേരെ പൊക്കോളാൻ. അപ്പൊ എന്തായിട്ട് അങ്ങോട്ടല്ലേ എന്ന് കാണിച്ചപ്പോ ഗൂഗിൾ മാപ്പ് നോക്കണ്ട, ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഇനി നേരോട്ട് പോയാൽ മതി എന്നേ. എത്തി സ്ഥലം എത്തിയെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇപ്പൊ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോ ഇനി 8 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന്. എന്താ കഷ്ടം. നിറയെ ടൂറിസ്റ്റ് ബസ്. ഇപ്പൊ നമ്മൾ പോണ റോട്ടിൽ നിറയെ തിരക്കാണ്. ഇത്ര നേരം ആ ചേച്ചി ഓക്കെ ഓക്കെ. ആ ഒരു ചേച്ചി പറയണേ ടിക്കറ്റ് എടുത്ത് പോണോന്ന്. എവിടെയാ ചേച്ചി എടുക്കണേ? ആ ഹേ ഗൈസ്, ടിക്കറ്റ് എടുത്തു ഗൈസ്. കുഞ്ഞപ്പന് വേണ്ടെന്ന് പറഞ്ഞേ, 5 വയസ്സെന്ന് പറഞ്ഞപ്പോ അവന് വേണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് രണ്ടുപേർക്കും കാറിനും എടുത്തിട്ടുണ്ട്. കാറിനും അപ്പൊ 160 രൂപയാണ് ടിക്കറ്റ് ആയത്. ഈ ടിക്കറ്റ് തരാതിരുന്ന പെങ്കൊച്ചനോട് ചോദിക്കണേ യൂട്യൂബ് ചാനലില്ലേ ഇത്? എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടാ. പോകുന്ന വഴി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോ കൊടുക്കാൻ വേണ്ടി ഒരു പാത്രം നിറച്ച് മിഠായിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. ഇതെല്ലാം ഞാൻ ഈ ബാഗിന്റെ ഉള്ളിൽ കയറ്റുവാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മളറിയാവുന്ന പിള്ളേർക്ക് എല്ലാവർക്കും നമുക്കിത് കൊടുക്കാം. നമ്മൾ അറിയാവുന്നവർക്ക് മാത്രമല്ല, നമുക്ക് പിള്ളേരെയൊക്കെ കാണുമ്പോൾ അവർക്ക് കൊടുക്കാം. പിള്ളേർക്ക് മിഠായി കിട്ടുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ. കുഞ്ഞപ്പം വന്ന് ഇറങ്ങിയപ്പോ തന്നെ മലയുടെ മുകളിൽ കയറാൻ നോക്കുന്നുണ്ട്. വീഴൂടെ ചെറുക്ക. ഗൈസ് ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ചിങ്ങോട്ട് നടന്നു കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജംഗ്ഷൻ, അതായത് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അവിടെ ദേ മുളയൊക്കെ വെച്ച് ഒരു സംഭവമൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ടിക്കറ്റ് കാണിക്കണം. നമ്മൾ എടുത്ത ടിക്കറ്റ് കാണിച്ചിട്ട് വേണം അവിടെ നിന്ന് ഒരു 400 മീറ്റർ 500 മീറ്ററോളം അങ്ങോട്ട് അകത്തേക്ക് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി നടന്നു പോകാം. നടന്നു പോണ വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം. വാ ഗൈസ്, ഇവിടെ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കൾ ഇന്ന് പൊളിയായിരിക്കും കേട്ടോ. കുഞ്ഞപ്പന് കളിക്കാൻ ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേരെ കണ്ടു. ഇവിടെ ഒത്തിരി ടോയ്സിന്റെ കടയുണ്ട്. എന്തോരം ടോയ്സ് കടയാണ്. ഇവിടെ തിരിഞ്ഞാലും നല്ല സോഫ്റ്റ് ക്യൂട്ട് ടോയ്സ് ആണ്. വാ ഗൈസ്, അപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങി. ഇവിടെ മുളയൊക്കെ വെച്ച് സൈഡിൽ കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടെയൊക്കെ നല്ല താഴ്ചയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏറ്റവും പൊക്കത്താണ് നിൽക്കുന്നത്. അവിടെ താഴെയൊക്കെ നല്ല താഴ്ചയാണ്. ഇവിടുത്തെ നല്ലൊരു നടപ്പാതയുണ്ട്. ഇവിടെ കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നടക്കാം. ഇവിടെ സൈഡിലാണെങ്കിൽ രണ്ടിടത്തും കട്ടയാണ്, നിറച്ച് കല്ലാണ്. അവിടെ കൂടി നടക്കാൻ പാടാണ്. ബാ ഒരു 400 മീറ്ററോളം അങ്ങോട്ട് ഉള്ളിലോട്ട് നടക്കാനുണ്ട്. ബാ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ട അരുവി ഇല്ലേ, വലിയ അരുവി. ആ അരുവി ഇതാണ് കേട്ടോ. ഇതിന്റെ ബാക്കിയാണ് നമ്മൾ അവിടെ കണ്ടത്. ഭയങ്കര പാടാണ് ഇവിടെ ഇറങ്ങാൻ. നല്ല ഡേഞ്ചറാണ് ഗൈസ്. സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. എൻ്റെ ദൈവമേ, ഇവിടെ വെള്ളത്തിൽ കളിക്കാൻ പറ്റും. ആ വെള്ളത്തിലൊക്കെ കളിക്കാൻ കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അവിടെ കൂടി മലയുടെ ഏറ്റവും മുകളിലാണ്. പയ്യെ നമ്മൾ സൂക്ഷിച്ച് വേണം താഴോട്ട് ഇറങ്ങി വരാൻ. ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ. പക്ഷെ വെള്ളത്തിൽ കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് എല്ലാരും എന്തൊക്കെ വന്നാലും ഇറങ്ങും. പൊന്നെ പയ്യടാ, പയ്യെ. ഈ വാട്ടർഫാൾസ് ഇല്ല അവിടെയാണ് കേട്ടോ വലിയ. ആദ്യം നമുക്ക് വാട്ടർഫാൾസ് ഒന്ന് നോക്കാം അവിടെ പോയി എന്താ അവസ്ഥയെന്ന്. ഇപ്പൊ ഈ വേനൽക്കാലമൊക്കെ അല്ലേ, ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് ഭയങ്കര കുത്തൊഴുക്കൊന്നും ഇല്ല കേട്ടോ. വലിയ ഒഴുക്കില്ല. അതുകൊണ്ടാണ് എല്ലാരും വെള്ളത്തിൽ ഇറക്കണേന്ന് എനിക്ക് തോന്നണത്. നിങ്ങൾ പൊക്കോ, ഞാൻ ഇറങ്ങാൻ പോയണെന്നൊക്കെ ഇറങ്ങാടാ. എന്തൊരു കാറ്റ്. വെയിലെന്ന് പറഞ്ഞാൽ ഒരു തൊപ്പി വാങ്ങിച്ച് വെക്കേണ്ടതാണ്. തൊപ്പി വാങ്ങിക്കാൻ മറന്നുപോയി. അവിടെ ആ ചേട്ടൻ തൊപ്പി വിൽക്കണുണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്തിനാ ഇപ്പൊ തൊപ്പി വിൽക്കണേന്ന്. ഇവിടെ നല്ല വെയിലാണ് ഗൈസ്. പക്ഷെ എന്തൊരു കാറ്റാണെന്നാ. ഈ വെയിലും കാറ്റും തണുപ്പും എല്ലാം കൂടി ഒരു കാലാവസ്ഥ. ഇത് എന്ത് കാലാവസ്ഥ.
കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഇതിന് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇനി താഴേക്ക് നമുക്ക് ഇറങ്ങി പോവാം. അവിടെ താഴെ ഒരുപാട് പേര് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റുമേ. ഇപ്പം ഇവിടെ മുകളിൽ നിന്ന് നോക്കിയിട്ട് എന്തൊരു ഭംഗിയാ, നോക്കിക്കേ, ഭയങ്കര ഭംഗി. പക്ഷേ ഇല്ലേ, ഈ മഴക്കാലത്തൊക്കെ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഇതൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറത്തെ കുത്തൊഴുക്കായിരിക്കും. നല്ല രസമുണ്ട്. കുഞ്ഞപ്പന് വെള്ളത്തിൽ കളിക്കാൻ മുട്ടി നിൽക്കുകയാണ്. വെള്ളത്തിൽ കളിക്കണം. അല്ല ഇതെന്ത് കഷ്ടം, എനിക്കും ഇറങ്ങണം വെള്ളത്തിൽ. അച്ഛനും മോനും മാത്രം ഇറങ്ങാൻ പോവാണോ? ഞാനും ഇറങ്ങും. അച്ചായും കുഞ്ഞപ്പനും ഫുൾ സെറ്റപ്പാണ് ഗൈസ്. അച്ഛൻ കുഞ്ഞപ്പനും ഉടുപ്പൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്കും ഒരു ഉടുപ്പുണ്ട്, പക്ഷെ ഇവിടെ ഇത്രയും അടിപൊളിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കുഞ്ഞപ്പാ, കുഞ്ഞപ്പന് സ്വിമ്മിംഗ് പൂളിനേക്കാളും ഇഷ്ടപ്പെടും. ഇല്ല മുങ്ങിപ്പോടും മുങ്ങിപ്പോടും. അച്ഛൻ പിടിച്ചോ പിടിക്ക്. ചേട്ടന്മാരായിട്ട് കളിക്കാൻ പോവാണോ? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എന്തിനാ ഇവിടം വരെ വന്നത്? എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണ്ടേ? ഈ അച്ഛനും മോനും കൂടി ഇറങ്ങി തത്തി കളിക്കുന്നു. ഇവിടെ ഇത്ര അടിപൊളിയാണെന്ന് എനിക്ക് അറിയാൻ മേലായിരുന്നു ഗൈസ്. എല്ലാരും വെള്ളത്തിൽ കളിക്കുവാ, എനിക്കും കളിക്കണം. എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ നിങ്ങൾ, എന്ത് ഭംഗിയാ കാണാൻ. എടാ കള്ള കുഞ്ഞപ്പാ, കുഞ്ഞപ്പനതേ മലമ്പോട്ടടിക്കാൻ പഠിപ്പിക്കുകയാണ് ഗൈസ്. ഇവിടം വരെ വന്നിട്ട് വെറുതെ വീഡിയോഗ്രാഫറായിട്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉയ്യോ, ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് കാല് തെന്നിപ്പോന്ന്. കാല് ശരിക്കും തെന്നണുണ്ട് കേട്ടോ. നോക്കുമ്പോൾ ഈ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നല്ല കളിയാണ് കേട്ടോ. അവര് മലപ്പുറത്ത് നിന്ന് വന്നതാണ്. പ്രത്യേകം വീഡിയോയിൽ അവരുടെ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അവസാനം നോക്കി നിന്ന് കൺട്രോൾ പോയി ഞാൻ ചാടി ഇറങ്ങി. പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ നീന്തി കളിക്കുമായിരുന്നു കേട്ടോ. ആ ഒരു ഓർമ്മയിൽ നീന്താൻ നോക്കിയതാണ് ഞാൻ. ആദ്യം കുറേ നാൾക്ക് ശേഷം ആയതുകൊണ്ട് ഞാൻ മുങ്ങിപ്പോയി. പിന്നെ നീന്തിയപ്പോഴത്തേക്കും ഏകദേശം സെറ്റായി വന്നു ഗൈസ്. നമുക്ക് നീന്താൻ മാത്രമുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുഞ്ഞപ്പനെ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മുങ്ങിപ്പോകത്തൊന്നുമില്ല എന്തായാലും. പിന്നെ അവിടെ ഓരോ സ്ഥലത്തും ഓരോ ആഴമാണെന്നാണ് എനിക്ക് തോന്നണത്. നമ്മൾ നിൽക്കുന്നിടത്ത് ഈ ഒരു ആഴവേ ഉള്ളൂ. ഞാനാണെങ്കിൽ കുഞ്ഞപ്പനെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു ഗൈസ്. അവൻ്റെ കാലിട്ടടിക്കുന്നത് നോക്കിക്കേ. സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികളെക്കാളും കൂടുതൽ തമിഴ്നാട്ടുകാരായിരുന്നു കേട്ടോ അവിടെ ഉള്ളത്. എൻ്റെ പുറകെ നിൽക്കുന്ന ആ ഫാമിലിനെ കണ്ടില്ലേ, അവർ വലിയ ബസ്സിൽ വന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അവർ മുഴുവനും തമിഴ്നാട്ടുകാരാണ് ഗൈസ്. അവരുമായിട്ടൊക്കെ കുറേ നേരം കമ്പനി അടിച്ച് കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. വെള്ളം കണ്ടപ്പോൾ ഞാൻ കുഞ്ഞപ്പനേക്കാളും കഷ്ടമായി ഗൈസ്. സാധാരണ ബീച്ചിലൊന്നും പോയി ഇങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വെയിൽ കായാൻ കിടക്കാം. നീ എന്താ കളിക്കുക? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നേരത്തെ നിന്ന സ്ഥലത്തല്ല കേട്ടോ. കുറച്ചങ്ങ് ദൂരെ മാറി ഒരു പാറക്കെട്ടിന്റെ മുകളിലാണ്. അതിന്റെ സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മുകളിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് ഞാനും കുഞ്ഞപ്പനും. നേരത്തെ നിന്ന സ്ഥലം പോലെയല്ല ഇത്. നോക്കിക്കേ, ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ അതേ ഫീലില്ലേ, എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഇത് നേരിട്ട് കാണാൻ. ഇനിയാണ് ട്വിസ്റ്റ്. ഈ പാറക്കെട്ടിന്റെ മുകളിലും സൈഡിലും ആയിട്ടൊക്കെ ദേ ഒരു കുഴി കണ്ടില്ലേ നിങ്ങൾ? പല പല കുഴിയുണ്ട്, പല സൈസിലെ കുഴി. ഞാനൊരു കുഴിയിലെ ആഴം നോക്കി ഞാൻ അതിൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കുവാണ്. ഏകദേശം എൻ്റെ അത്രയും പൊക്കം ഉണ്ടായിരുന്നു കേട്ടോ ആ കുഴിക്ക്. നമ്മുടെ മഞ്ഞുമേൽ ബോയ്സിന്റെ സിനിമയിൽ മറ്റേ ഗുണാക്കേവിൽ അകപ്പെട്ട സീനോർത്ത് ഞാൻ അവിടെ നിന്ന് പേടിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ കാട്ടം കുഴിയൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഏകദേശം നമ്മുടെ പൊക്കത്തിൽ അല്ലെങ്കിൽ കുഞ്ഞപ്പൻ്റെ പൊക്കത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കുഴികളൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അവരിങ്ങോട്ടൊന്നും നമ്മളെ വിടത്തില്ലല്ലോ. അവിടെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടി അപ്പുറത്ത് മാറി കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ആ കയറിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും പോകാനുള്ള അനുവാദം ഇല്ല. നമുക്ക് ഇവിടെ എല്ലാം കളിക്കാം. കണ്ടില്ലേ, എൻ്റെ പുറകു വശത്തായിട്ട് നിങ്ങൾ കയറ് കണ്ടിട്ടില്ലേ? കുറച്ചുകൂടി പുറകിലാണ് കേട്ടോ അത്. അതിൻ്റെ പുറകോട്ട് പോകാൻ പാടില്ല നമുക്ക്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും കളിക്കാം. ഇപ്പം ഞങ്ങൾ ഇരിക്കണതിൻ്റെ സൈഡിലും ഒക്കെ ചെറിയ ചെറിയ കുഴിയുണ്ടാവും. അത് നമ്മൾ നോക്കി ഇരിക്കണം. ഇപ്പം മഴക്കാലം എങ്ങാനും ആയിരുന്നെങ്കിൽ ആ സെക്യൂരിറ്റി ഒന്നും നമ്മളെ ഈ പരിസരത്തോട്ട് അടുപ്പിക്കത്തില്ലായിരുന്നു. അത്രയും വെള്ളം ഒഴുക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ വളരെ ഒഴുക്ക് കുറവാണെന്നാണ് അവർ പറയുന്നത്. വേനൽക്കാലമല്ലേ, അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും അവരങ്ങോട്ട് പോകാനുള്ള ഒരു അനുവാദം കൊടുത്തത് കേട്ടോ. അല്ലാത്ത പക്ഷം മഴക്കാലത്താണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കളിക്കാനും പറ്റൂല, ഈ സ്ഥലത്തോട്ടേ അവർ ഇറക്കൂല. നമുക്ക് അവിടെ താഴെ ചെന്ന് വെള്ളച്ചാട്ടം കണ്ടിട്ട് വീട്ടിലേക്ക് പോകാന്നേ ഉള്ളൂ. അല്ലാണ്ട് ഈ വെള്ളത്തിൽ കളിക്കലൊന്നും നടക്കൂലായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുഞ്ഞപ്പനെ തോർത്തി അവൻ്റെ ഉടുപ്പൊക്കെ മാറ്റി ഞാൻ ആ രീതിയിൽ തന്നെ തലയൊക്കെ തോർത്തി മുടിയൊക്കെ ഈരി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ നനഞ്ഞു കുളിച്ച് തന്നെ ഇരിക്കുകയാണേ. അങ്ങനെയാണ് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഇതിനുള്ളിൽ നമ്മൾ കണ്ടു. എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ വന്നൊന്ന് സമാധാനത്തിൽ റെസ്റ്റ് എടുത്തിരുന്നപ്പോഴാണ് പിള്ളേരെല്ലാവരും കൂടി ഓടി വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ മിഠായി വെച്ചിട്ടുണ്ടായിരുന്നു ബാഗിൽ പിള്ളേരെ കാണുമ്പോൾ കൊടുക്കാൻ. പക്ഷേ ഇത്രയും അധികം പിള്ളേരെ കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഗൈസ്.
ഇവർ കുറച്ച് പേരാണ്, ഇനിയും ഒരുപാട് മക്കളെ നമ്മൾ കണ്ടു. സത്യം പറഞ്ഞാൽ ഈ അതിരപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികളുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഉമ്മാമാരും അവരുടെ ഫാമിലീസും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. അവരൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഏകദേശം 3 മണിയായി കേട്ടോ. ഉച്ചക്ക് ചോറ് പോലും തിന്നാണ്ട് ഇത്രോ സമയം നമ്മൾ ആ വെള്ളത്തിൽ തന്നെയായിരുന്നു. കുഞ്ഞപ്പനൊന്ന് വിളിച്ചിട്ട് കയറി വരണ്ടേ, വെള്ളത്തിൽ കളിയോട് കളി. അങ്ങനെ ദേ ഒരു വലിയ കുരങ്ങനെ കണ്ടില്ലേ, നല്ല സൈസ് ഉണ്ട് കേട്ടോ അവന്. നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാണ്. എന്തിനാ? വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയല്ലേ വന്നത്. എന്നിട്ട് വൈകിട്ട് 3 മണി വരെ ആയിട്ടും വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല. നമ്മളവിടെ വെള്ളത്തിൽ കളിക്കുമല്ലായിരുന്ന. അങ്ങനെ പയ്യെ ഇറങ്ങാൻ തുടങ്ങി. ഒരു കുരങ്ങനെ നോക്കിക്കേ, മുളയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. എനിക്കൊണ്ട് വല്ല മഴ പെയ്തപ്പോൾ മുളയിൽ വെള്ളം നിറഞ്ഞു കിടന്നതായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കുഞ്ഞു കുരങ്ങനെയും അമ്മേനെയും കൂടി ഒരുമിച്ച് കാണുന്നത്. ശരിക്കും നമ്മൾ മനുഷ്യന്മാരെ അമ്മയും കുഞ്ഞുമായിട്ട് എങ്ങനെയാണ് സ്നേഹം, അതുപോലത്തെ അതിനേക്കാളും കൂടുതലാണെന്ന് തോന്നുന്നു. എന്തൊരു ക്യൂട്ടാണ് കാണാൻ ഈ കുഞ്ഞിനെ. ശരിക്കും അത് പാല് കുടിച്ചോണ്ടിരിക്കുകയായിരുന്നേ, അതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല. വെള്ളച്ചാട്ടം കാണാൻ താഴത്തോട്ട് ഇറങ്ങുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, ഒരു 1/2 കിലോ 400 മീറ്റർ 500 മീറ്റർ നടപ്പുണ്ട്. നല്ല നടപ്പുണ്ട് ഗൈസ് താഴത്തേക്ക്. അതെ, ഭീകരന്മാർ 2 പേരും നോക്കി. ഇവന്മാരെത്ര പന്തിയല്ല കേട്ടാ. ചിലവന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചോണ്ട് പോകും. ഇപ്പൊ എന്തോ ചോളം തിന്നോണ്ടിരിക്കുകയാണ് കേട്ടാ. സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞായിരുന്നു കളറുള്ള വെള്ളം, മിറണ്ട, പിന്നെ എന്തുവാന്നോ കപ്പലണ്ടി, തിന്നണ സാധനങ്ങളൊന്നും കൊണ്ടുപോകരുതെന്ന്. അതൊക്കെ കൊണ്ടുപോയാൽ ഇവന്മാർ തട്ടിപ്പറിച്ചെടുക്കും. ഇനി നടക്കാനുണ്ട്. വാ, നമ്മൾ അടുത്തെത്താറായി. അങ്ങനെ നടന്ന് അവസാനം ഞങ്ങൾ താഴെ എത്തി. ആദ്യം ഞാൻ ആ വെള്ളച്ചാട്ടത്തിനെ കാണുമ്പോഴുള്ള എൻ്റെ റിയാക്ഷനാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. എന്തൊരു ഭംഗിയാണെന്ന് അറിയാവോ കാണാൻ. പക്ഷെ എന്താ കോമഡി എന്നാ, ഇപ്പം നല്ല വേനൽക്കാലവും ചൂട് സമയമല്ലേ, അതുകൊണ്ട് വെള്ളം കുറവാണ്. വെള്ളച്ചാട്ടം മഴക്കാലത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അംശം പോലും അവിടെ ഇല്ല. എന്നാലും നല്ല ഭംഗിയാണ്. അപ്പം അടുത്ത് ചെന്നൊന്ന് കാണാൻ വേണ്ടി നമ്മളിത് അടുത്തോട്ട് നടക്കുകയാണെങ്കിൽ അവിടെ കുറേ പാറക്കെട്ടും കല്ലും ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ എൻ്റെ പൊന്നെ ഭയങ്കര സാഹസികമായി നടന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. അവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. കയറിന്റെ അപ്പുറത്തേക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല. അതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ, വീഡിയോ ഒക്കെ. നമ്മുടെ ഒരു വലിയ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. നോക്കിക്കേ, നമ്മുടെ വാട്ടർഫാൾസിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ് കേട്ടോ. അടിപൊളി. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, 2 സൈഡിൽ നിന്നും വെള്ളച്ചാട്ടം, എന്നിട്ട് നടുക്ക് കുറച്ച് മല വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്. മഴക്കാലത്ത് ആ മലയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അവിടെയും വെള്ളച്ചാട്ടമായിരിക്കും, നല്ല വീതിയിലായിരിക്കും വെള്ളച്ചാട്ടം. റെയിനി സീസണിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എങ്ങനെയായിരിക്കും എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണേ. അപ്പൊ കാണാൻ ശരിക്കുള്ള വെള്ളച്ചാട്ടത്തിന്റെ രൂപം. ഇതൊക്കെ കുഞ്ഞു വെള്ളച്ചാട്ടം. ഇറങ്ങാൻ നല്ല ഈസി ആയിരുന്നു, പക്ഷെ കയറാൻ എൻ്റെ ദൈവമേ, ഞാൻ സ്വർഗവും നരകവും ഒരുമിച്ച് കണ്ടുപോയി. ഇരുന്ന് ഓരോ സ്ഥലത്ത് റെസ്റ്റ് ചെയ്താണ് നമ്മൾ മുകളിലേക്ക് കയറിയത്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ വേഗം ഇറങ്ങിപ്പോന്നു. കയറാൻ നല്ല പാടായിരുന്നു കേട്ടോ. വളരെ ടയേർഡായി പോയി. അങ്ങനെ ഞങ്ങൾ വിശന്നൊരു പരിവായി ഗൈസ്. അപ്പൊ 2 ഐസ്ക്രീം തിന്നോണ്ടിരിക്കുകയാണ്. മിറണ്ടയൊക്കെ കുടിച്ച് ഇത്ര നേരം ഞങ്ങൾ പിടിച്ചു നിന്നത്. അവിടെ താഴെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ താഴെ തന്നെ ഒരു ബിരിയാണിയുടെ കടയുണ്ട്. കുറേ കടകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ടോയ്സ് ഒക്കെ വിൽക്കുന്ന കടയൊക്കെ കാണിച്ചു തന്നില്ലേ, അതിന്റെ ഓപ്പോസിറ്റുള്ളൊരു കടയാണേ. അപ്പോൾ അവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി തന്നെ പറഞ്ഞു. കുഞ്ഞപ്പനും ഞാനും ഒരു ബിരിയാണി, എപ്പോഴത്തെയും പോലെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ബിരിയാണി കൂടുതലാണ്. ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളച്ചാട്ടം കുറവാടി. ശരിക്കും മഴയത്ത് നമുക്ക് ഒന്നുകൂടി വരാം, അപ്പോൾ നിനക്ക് അടിപൊളി വെള്ളച്ചാട്ടം കാണാന്നൊക്കെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഗായ്സ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി എപ്പോഴത്തെയും പോലെ നമ്മൾ ഈ മൂന്നാറിൽ പോയാലും ഇവിടെ അതിരപ്പള്ളിയിലൊക്കെ വന്നാലും വാങ്ങിക്കുന്ന സാധനമാണല്ലേ തേയില. നല്ല അടിപൊളി തേയിലയാണ് കേട്ടോ. എന്താ പൊന്നെ, കുഞ്ഞപ്പന് ടോയ്സ് വാങ്ങിച്ചു കൊടുത്തില്ലെന്ന്. ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഭയങ്കര വില. ഇതേ പല കളറിലെ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റും വൈറ്റും മാത്രമുള്ള രണ്ട് ഡപ്പി മിഠായി വാങ്ങിച്ചു, ഒരു തേയില വാങ്ങിച്ചു. അത്ര മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഈ കമ്മലും. കുഞ്ഞപ്പന് ടോയ്സ് ഒന്നും ഇവിടുന്ന് മേടിച്ചിട്ടില്ല. അത് നമുക്ക് പോകുന്ന വഴി എവിടെയെങ്കിലും നിർത്തുവാണെങ്കിൽ കുഞ്ഞപ്പന് നല്ല ടോയ് അമ്മ വാങ്ങിച്ചുതരാം കേട്ടോ. പൊന്ന് വിഷമിക്കണ്ട, അമ്മ മേടിച്ചു തരാം. വിഷമിച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്ക് പോണ വഴി എവിടെയെങ്കിലും നിർത്തി മേടിച്ചോളൂ. അപ്പൊ നമ്മൾ അതിരപ്പള്ളിയുടെ ബൈ ബൈ പറയുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ചെറുപ്പത്തിലാണ്. അപ്പോൾ നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം എല്ലാ വീഡിയോസും എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് അവിടെ പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പോകണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു.